വണക്കം, നമസ്കാരം. തുടങ്ങല്ലേ അപ്പോൾ ഇന്നത്തെ സി കേരള സൂപ്പർ ബമ്പർ. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആനാട് ഇത് നമ്മുടെ നെടുമങ്ങാട് അടുത്തുള്ള സ്ഥലമാണ്. അതായത് തിരുവനന്തപുരത്തിൻ്റെ കടൽ തീരമൊക്കെ വിട്ട് നമ്മൾ കുറച്ചും കൂടി പൊക്കമുള്ള പൊന്മുടി ഒക്കെ അടുത്തുള്ള സ്ഥലത്തേക്ക് ആണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ദൂരമുണ്ട് പൊന്മുടി എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക്. അപ്പോൾ ആനാടാണെന്നുള്ളത്. ആനാട് നമ്മളിന്ന് ഗെയിമുമായിട്ട് പോകുന്നത് ഈ കോളേജിലേക്കാണ്. മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ. ഭാവിയിൽ മലയാള സിനിമയ്ക്കുള്ള വാഗ്ദാനങ്ങളാവാം മേ ബി. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിടെക്കുകാർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസാണുള്ള സിനിമയിലേക്ക് വരുന്നത്. ടെക്നോളജി പറഞ്ഞിട്ട് അഭിനയിക്കാൻ വരെ വരുന്നത്. എന്തായാലും അവിടേക്കാണ് നമ്മൾ പോകുന്നത്. 25,000 രൂപയുമായിട്ട് പതിവ് പോലെ പൊളിച്ചെടുക്കും. ഒരു ഡൗട്ടും വേണ്ട. പോരെ. അപ്പോൾ കോളേജിന്റെ തിരുമുറ്റത്തേക്ക് എത്തി. ഈ കാണുന്നത് ലൈബ്രറിയാണ്. അതിന്റെ താഴെ കുട്ടികൾ നിൽക്കണം. എന്താണോ അവിടെ പോയി ചോദിച്ചു നോക്കാം. എന്തായാലും വാ. ഓടുന്നോ? എന്നെ കണ്ടിട്ട് ഓടണോ? നമസ്കാരം. ഇത്രേ ഉള്ളൂ നിങ്ങളുടെ നമസ്കാരം? അതാണ്. എന്താണ് പതിവ് ലൈബ്രറിയുടെ മുമ്പിൽ അറിയാതെ വന്ന് വിട്ടുപോയതാണോ? മൊത്തത്തിൽ അത് ക്യാൻറ്റീൻ അല്ലേ പൊതുവെ? അങ്ങനെയല്ല, എന്നാലും രാവിലെ ബസ് ബേയിലൊക്കെ വരുമ്പോഴേ എല്ലാരും ഇവിടെ കൂടാറ്. അത് ഈ കോളേജ് അധികൃതർ നടത്തിയ ബുദ്ധിപരമായ തീരുമാനം. കാരണം ഗേറ്റ് തുറന്ന് നേരെ വന്ന് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് ലൈബ്രറി ആണെന്ന് തോന്നുന്നു. നമ്മൾ അവിടെ 1000 രൂപ മുതൽ 25,000 രൂപ വരെ ഗെയിം സമ്മാനം തരുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനൊരു ചെറിയ സമ്മാനം തരാം. ഒരു മത്സരത്തിൽ നിങ്ങൾ ആരെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ റെഡിയാണോ? ആരാ ആദ്യം തന്നെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക? ചുമ്മാ സംസാരത്തിലുള്ള മത്സരമാണ്. ആരാ റെഡിയാണ്? എന്താ പേര്? ഒന്നൊരു പേര് പറഞ്ഞേ. ഐശ്വര്യ. ഉറക്കെ പറഞ്ഞേ. ഐശ്വര്യയാണത്. ഐശ്വര്യ ഇങ്ങോട്ടേക്ക് എങ്ങനെ വരാറ്? കോളേജ് ബസ്സാണ്. അപ്പൊ ഇപ്പൊ പ്രൈവറ്റ് ബസ് ഒന്നും യൂസ് ചെയ്യാറില്ല? ഇല്ല, എനിക്ക് നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് കോളേജ് ബസ്. പ്രൈവറ്റ് ബസ് എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? യൂസ് ചെയ്തിട്ടില്ലേ? ആ ബസ്സിൽ എഴുതി വെച്ചിരിക്കുന്ന 5 കാര്യങ്ങളൊന്ന് പറഞ്ഞേ. ഇവിടെയല്ല ഞാൻ ചോദിച്ചത്, അവിടെയാണോ ഞാൻ ചോദിച്ചത്? ഇവിടെ പറഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് വരാം. അങ്ങോട്ട് വരുന്നതായിരിക്കും. 5 കാര്യങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ അല്ലെങ്കിൽ ബസ്സിൽ എഴുതി വെച്ചിരിക്കുന്ന 5 കാര്യങ്ങൾ. കൈയും തലയും പുറത്തിടരുത്. കൈയും തലയും പുറത്തിടരുത്. അതൊന്ന്. സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള സീറ്റ്. സ്ത്രീകൾ മാത്രം. പിന്നെ 2. പിന്നെ ഫസ്റ്റ് എയ്ഡ്. ഓ, അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് എയ്ഡിന്റെ ഉള്ളിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ വേറെ ഐറ്റംസ് ആയിരിക്കും. പേസ്റ്റ്, ടൂത്ത് ബ്രഷ്. പിന്നെ പുകവലി പാടില്ല. പിന്നെ ഓരോന്നും കൂടി പറഞ്ഞാൽ. പിന്നെ ബസ് റൂട്ടിന്റെ നെയിംസ് ഫ്രണ്ടിൽ ഞാൻ ഉള്ളിൽ എഴുതിയിരിക്കുന്നതാണ്. അത് പറഞ്ഞു. സ്ത്രീകളുടെ കേസ് പറഞ്ഞു. പിന്നെ കൂട്ടുകാർ സഹായിച്ചു. എന്താണ്? വികലാംഗർക്കുള്ള സീറ്റ്. അതാണ്. ഓക്കെ, അംഗപരിമിതർ എന്ന് പറയുന്ന ഒരു സംഭവം. ഒരു നല്ല കൈ കൊടുത്തേ. 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഐശ്വര്യക്കുള്ള ഗിഫ്റ്റ് ഇവിടെ റെഡിയാണ്. ഐശ്വര്യയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, 2 അനിയത്തിമാര്. ഓ, ഇപ്പൊ ഇത് അച്ഛൻ തന്നെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരുമല്ലോ ദൈവമേ. എന്തായാലും അച്ഛൻ എന്താ ചെയ്യുന്നത്? ബാങ്കിലാണ്. അപ്പൊ നാളെ അച്ഛന് ഇൻഷർട്ടൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പോവാം. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു കിടിലൻ ഷർട്ടാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അടിപൊളി. ഇനി ഇത് കൊടുക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല അല്ലേ? ആരുമില്ല. നമുക്ക് ഇനി പതുക്കെ ഈ ഒരു ഏരിയയിലേക്ക് കിടക്കാം. ഇനി ഈ കൂട്ടത്തിലേ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ശ്രീലക്ഷ്മി. ഓക്കെ. ഇത് അതെ, ശ്രുതി, സ്വരം, ലയം എന്നിവ നോക്കുന്നതല്ല. അത്യാവശ്യം മൂളി കഴിഞ്ഞാൽ പറ്റുന്ന ഒരു ഗെയിമാണ്. ഓക്കെ, എന്താ പേര്? മനോജ്ഞ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് സിനിമയിലെ ഏതെങ്കിലും നല്ല പേരുകൾ ഞാൻ പറയും. ഇപ്പൊ മോഹൻലാൽ, ഉർവശി, ശോഭന എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അവരഭിനയിച്ച സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ ആദ്യത്തെ വരി മൂളി. നമ്മൾ അന്താക്ഷരിക്ക് വനം റൂട്ട് മാറ്റി പിടിക്കുന്നതാണ്. റെഡിയല്ലേ? മമ്മൂട്ടി, ശോഭന, തുടങ്ങിക്കോ. മമ്മൂട്ടി, ശോഭന. മമ്മൂട്ടി, ശോഭന അടിപൊളി ഒരു സിനിമ ഉണ്ടല്ലോ. എത്ര സിനിമയുണ്ട്? എന്തിനു വേറെ
വേറൊരു സൂര്യോദയം നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. മോഹൻലാൽ ഉർവശി. ബ്ലാസ്റ്റ് ആയിട്ടൊരു സോങ് പാടാം. ആ ആ അത് സ്പടികത്തില്. ആ ഓക്കെ. ഏഴുമല പൂഞ്ചോല ടുൻ ടുരുൻ ടുൻ മ്യൂസിക്. ടുരുൻ മാമണിക്കും മണിമാല ടുൻ ടുരുൻ ടുൻ ടുരുൻ. പൃഥ്വിരാജ്, നവ്യ നായർ. ആ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ഓക്കെ. ചേരുമോടക്കുഴലിന്റെ ഉള്ളിൽ ദിലീപ്, കാവ്യ. മുന്തിരിപ്പാടം പുറത്തു നിന്നെ മുത്തിട്ട് കൊണ്ടുപോവാം, മുത്തുപോലെ എന്റെ നെഞ്ചിൽ കാത്തു വെച്ചോളാം. ജഗതി, രേവതി. ഊട്ടിപ്പട്ടണം ചുമ്മാ വാടാ. വിട്ടോ, കഴിഞ്ഞോ? ഊട്ടിപ്പട്ടണം ഊട്ടിക്കിടണം ചുമ്മാ വാടാ. അത് കഴിഞ്ഞപ്പോ പിന്നെ ഒന്നുമില്ല. ഓക്കെ, ഒരു നല്ല കൈഡി കൊടുത്ത ആൾക്ക്. ഓക്കെ, അപ്പോ മനോജ്ഞയുടെ അച്ഛന്റെ പേര് മഹേഷ് എന്നായിരുന്നില്ലേ? മഹേഷ് ഏട്ടന് ഇടാൻ വേണ്ടി ഒരു ഷർട്ടാണ് കൊടുക്കുന്നത്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാ? എല്ലാം ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് പൊതുവേ ആമ്പിള്ളേർ ഡ്രസ്സ് എടുക്കാൻ പോയി അവസാനം നീലയിലാണ് അവസാനിക്കാറ്. ഇത് നീല അടിപൊളി ഷർട്ടാണ്. പിടിച്ചൊരു നല്ല കൈഡി. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു കിടിലൻ ഷർട്ട്. അപ്പൊ നമ്മൾ നമ്മുടെ സൂപ്പർ ബമ്പർ കളിക്കളത്തിലേക്ക് പോവല്ലേ? അന്ന് പോരെ, ഉഷാറായിക്കോ, കൈയടിച്ച് ഉഷാറായിട്ട് പോരെ. നമ്മൾ തകർക്കാൻ പോവാണ്. ഫുൾ ടീമുണ്ട്. ഇതൊരു ഭാഗം മാത്രമാണ്, കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടാവും. നമ്മൾ തകർക്കുമെന്ന്. കേരളം സൂപ്പർ ബമ്പർ നമ്മൾ ഇന്ന് തുടങ്ങുന്നു. ആ നാട് മോഹൻദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഫുൾ ടെക്നോളജി ആണല്ലോ ഇവിടെ. ഇന്ന് നമുക്ക് കുറച്ച് കലാപരവും കായികപരവും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാലോ? റെഡി അല്ലേ? അപ്പോ തുടക്കം അവിടെ നിന്ന് തന്നെ ആവാം. നമുക്ക് ഒരു പാട്ടാവാം അല്ലേ? ഒരു ഹരിമുരളീരവം പാടിയാലോ? വേണ്ട എന്ന് എല്ലാവരുടെയും മുഖത്തുണ്ട്. ചുമ്മാ പറഞ്ഞതാ. എനിക്ക് ഈ ഭാഗത്ത് നിന്നും പാട്ട് പാടാൻ രണ്ടുപേരെ വേണം. ഇവിടെ ആരാ ഒരു അടിപൊളി പാട്ട് പാടിത്തരാ? എന്താണ്? പൂജ ഒന്ന് ഓടി വന്നേ. പൂജ അടിപൊളി. അപ്പൊ ഇവിടുന്ന് പെൺകുട്ടി വന്ന സ്ഥിതിക്ക് ഒരു ആൺകുട്ടിയെ കൂടി വേണമായിരുന്നല്ലോ എനിക്ക് പാട്ട്. ഒരു അടിപൊളി പാട്ട് പാടുന്ന ഒരു ആൺകുട്ടി വേണമായിരുന്നല്ലോ. എവിടെയാണ്? കൈവൊക്കെ ആൾ ഓടി വന്നേ. അപ്പോ ഇന്നത്തെ സി കേരളം സൂപ്പർ ബമ്പർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇവര് രണ്ടുപേരും ചേർന്നാണ് അല്ലേ? ആദ്യത്തെ പാട്ട് എന്താ? പൂജയല്ലേ പറഞ്ഞേ? പൂജ ഇവിടെ ഏതാ പഠിക്കുന്നത്? ഞാൻ ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫോർത്ത് ഇയർ ആണ്. ഫോർത്ത് ഇയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരാറായോ? അതെ, ഏതാണ്ട് പറഞ്ഞുവിടാറായോ ഇവിടുന്ന്? അതെ. ഓക്കെ, പൂജയുടെ വീട് എവിടെയാ? എന്റെ വീട് വട്ടിയൂർക്കാവ്. വണ്ടിയൂർക്കാവ്. നീ അടുത്ത വണ്ടിയൂർക്കാവല്ലേ ചേട്ടാ? വട്ടിയൂർക്കാവ്. ആ, ഞാൻ വണ്ടി കയറി വന്നോണ്ടായിരിക്കും പെട്ടെന്ന് വണ്ടിയൂർക്കാവ് എന്ന് പറഞ്ഞത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, എന്റെ മുത്തശ്ശിയുണ്ട്. മുത്തശ്ശിയുടെ പേരെന്താ? കമലമ്മ. അമ്പടാ, കമലമ്മ. അപ്പൊ കമലമ്മയ്ക്ക് പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടോ? അമ്മൂമ്മ മ്യൂസിക് ടീച്ചറാണ്. നമ്മൾ പിടിച്ചത് മറ്റേ സിംഹക്കൂട്ടി കയറിയിട്ടാണല്ലോ കൈയിട്ടത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാട്ട് പൂജയുടെ വക തന്നെ ആയിക്കോട്ടെ. ഒരു അടിപൊളി പാട്ടായിരിക്കണം. നമുക്ക് തുടക്കം ഉഷാറാക്കാനുള്ളതാണ്. റെഡി, തുടങ്ങിക്കോ. തുടങ്ങി ഉത്സവം, നിലാവിൻ ഉത്സവം, ഗന്ധർവന്മാർ ദൂതയയ്ക്കും മേഘഹംസങ്ങൾ മുടിപ്പൂ ചാർത്തിടും, തലോടാൻ തോന്നിടും. മേലെ മേലെ മഴ മേഘപാളിയൊരു മിന്നലോടെ ഉണരും, മേഘതാരു വനദേവതയ്ക്ക് മണിമോതിരങ്ങൾ പണിയും. തണ്ടുലഞ്ഞ കൈത്താരിൽ ചന്ദ്രകാന്ത വളയേകും, മഞ്ജുരാഗമിഴിയിണയിൽ അഞ്ജനങ്ങൾ എഴുതിക്കും. പൂമ്പുലരിയിൽ മഞ്ഞുമഴ മുത്തുമഴയണിക്കും, മെല്ലെ മെല്ലെ മിന്നി മടിപ്പൂ ചാർത്തിടും, തലോടാൻ തോന്നിടും. ഒരു നല്ല കൈയ്യടി കൊടുത്തേ, കൂട്ടപ്പുറത്തിലാവട്ടെ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ആള്. നിപ്പ് കണ്ടാലറിയാം പൊളിക്കുന്ന്.
പക്ഷെ ആള് ഭയങ്കര വിനയമല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ കോളേജിലെ ഏറ്റവും വിനയമുള്ള പയ്യൻ ഈ പയ്യനാണോ? അല്ലേ? എന്താ പേരെന്ന് പറഞ്ഞ? മഞ്ജിത്ത്. മഞ്ജിത്ത് ഈ പൂച്ച പതുങ്ങുന്ന പോലെ പതുങ്ങുന്നതാണോ? പുലി ആക്രമിക്കുന്ന പോലെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഏതാ വിഷയം? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, പാടല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, ചേച്ചി, മുത്തശ്ശൻ. ആഹാ, ഇവര് ഫുൾ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഒക്കെ തകർക്കാണ്. അവരുടെ പേരെങ്ങനെയാ? അച്ഛന്റെ പേര് KB മനോഹർ, ആ. ചേച്ചി ശ്യാമ, സുലോചന അമ്മൂമ്മ, ശശികുമാരൻ നായർ അപ്പൂപ്പൻ. അടിപൊളി. അപ്പോ മഞ്ജിത്തെ ഒരാള് തകർത്തു, പൂജ തകർത്തു. ഇനി മഞ്ജിത്തിന്റെ ചാൻസ് ആണ്. ഇവരെ അങ്ങോട്ട് പുളകം കൊള്ളിക്കണം. റെഡിയല്ലേ? ശ്രമിക്കാം. അതോ മഞ്ജിത്ത് പുളകോ? നോക്കാം, തുടങ്ങിക്കോ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അഴകേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അഴകേ, തേൻ വണ്ടു ഞാൻ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ഇവര് രണ്ടുപേരും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ലോട്ടാണ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ ഒരാളെ എനിക്ക് എടുത്ത് തരണം. ആരാന്ന് വെച്ചാൽ എടുത്തോ, കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ മഞ്ജിത്താണ് തന്നിരിക്കുന്നത്. മഞ്ജിത്തിന് നല്ലൊരു കൈയ്യടി കൊടുത്തേ, ഒപ്പം പൂജിക്കും. അപ്പൊ താങ്ക് യു, വീണ്ടും കാണാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിത എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആരാണ് ആ ഭാഗ്യവതി എന്നറിയാൻ, അല്ലെങ്കിൽ ആ ഭാഗ്യവാൻ എന്നറിയാൻ വേണ്ടി നമുക്ക് ഒരല്പസമയം കൂടി വെയിറ്റ് ചെയ്താലോ? വേണ്ടേ? അത് പറ്റില്ല, ഞങ്ങൾക്കൊരു ബ്രേക്ക് എടുത്തേ പറ്റുള്ളൂ. സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ എടുക്കുന്നു എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ മത്സരാർത്ഥി റെഡിയാണ്. ഇവിടെ എവിടെ ഉണ്ട്. ആ പേര് ഞാൻ ഇനി വൈകിക്കുന്നില്ല, വിളിക്കാൻ പോവാണ്. ഇത് ഡയാനയാണ്. ഡയാന രാജകുമാരിയാണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എവിടെയാണ് ഡയാന? അപ്പോ നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി ഡയാന ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഡയാന ഇവിടെ ഏതാ പഠിക്കുന്നത്? ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആണോ? എന്താ ആ വിഷയം എടുക്കാനുള്ള കാരണം? റീസൺ ഒന്നുമില്ല, ഞാൻ അത് അലോട്ട്മെന്റിൽ വെച്ചു, കിട്ടി, വന്ന് അഡ്മിഷൻ എടുത്തു. അലോട്ട്മെന്റ് ആണ് എല്ലാവർക്കും പണി കൊടുക്കുന്നതല്ലേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടൻ. ഓക്കെ, ചേട്ടന്റെ പേരെന്താ? ഡാനി. ഡാനിയും ഡയാനയും. ഡയാന വീട്ടിൽ രാജകുമാരി ആവും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അമ്മ പണ്ട് ഏതോ ഒരു കഥ വായിച്ചപ്പോ പേര് ഇഷ്ടപ്പെട്ടു, അപ്പൊ എനിക്ക് ഇട്ടതാണ്. അത് ശരി, അമ്മ മായാവി ഒന്നും വായിക്കാണ്ടിരുന്നത് നന്നായി. ഡയാന മാറി ഡാഗിനി ആയേനെ പേര്. സത്യം, എനിക്ക് പേരുണ്ട്, ഡാഗിനിന്ന് വിളിക്കും. ആര് വിളിക്കൂ? ക്ലാസ്സിലെ പിള്ളേര്. ക്ലാസ്സിലെ പിള്ളേർ ഡാഗിനിന്നാണോ വിളിക്കുന്നേ? ഇതൊക്കെ എന്റെ വായിന്ന് എങ്ങനെ വീണോ ദൈവമേ. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ജയിച്ച് കാണിച്ചിട്ട് ഡയാന രാജകുമാരിയാണെന്ന് ഇവരെ കൊണ്ട് പറയിപ്പിക്കണം. റെഡിയല്ലേ? ഒരു നല്ല കൈയ്യടി കൊടുത്തേ. നമ്മള് ആദ്യത്തെ റൗണ്ട് മത്സരത്തിലേക്ക് കടക്കാൻ പോകണം. ഡയാന, ഈ സംഭവം എന്താണെന്നറിയാമോ? ഇതാണ് പണപ്പെട്ടി. ഇതിൽ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പണിപ്പെട്ടിയിൽ നിന്നും ഒരു ഗെയിം എടുക്കണം. ഇതാണ് പണപ്പെട്ടി, അതാണ് പണിപ്പെട്ടി. റെഡിയല്ലേ? പണി ഏറ്റുവാങ്ങാൻ റെഡിയല്ലേ? റെഡിയാണ്. അന്ന ആദ്യത്തെ ഗെയിം ഡയാന എടുത്തോ. ഈ അടുത്തിറങ്ങിയ വളരെ പ്രശസ്തമായ, ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രശസ്തമായ ഒരു സിനിമയുണ്ട്. അത് ഏതാണ്? ഇപ്പൊ തന്നെ മനസ്സിലായിണ്ടാവും. ഏതാണ്? അഡാറ് ലവ് അല്ലേ? ഈ എന്നെ നോക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും അല്ല ഗെയിം. പേരേ ഞാൻ പറയാൻ പോടുള്ളൂ. ഈ ഗെയിമിന്റെ പേരാണ് ഒരു അഡാറ് ബോൾ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ ബോൾ തരും നമ്മള്. അതാണ് നമ്മുടെ അഡാറ് ബോൾ എന്ന് പറയുന്ന ബോൾ. ഫ്രണ്ടില് ഒരു വര വരച്ചിട്ട് അതിന്റെ അപ്പുറത്ത് വേറെ ബോളുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നേരെ ഒരു പോസ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ബോൾ എത്തിക്കാൻ വേണ്ടി. പക്ഷേ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. ഇവിടെ നിന്ന് ഒറ്റ അടി അടിച്ചിട്ട് ഈ വലിയ ബോൾ കൊണ്ട് ആ ചെറിയ ബോളിനെ അടിച്ച് തെറിപ്പിച്ച് ആ പോസ്റ്റിൽ എത്തിക്കണം. പക്ഷേ ഈ ഇടയിലുള്ള സംഭവത്തിലൊന്നും അത് കൊള്ളാൻ പാടില്ല. ഡയാന പെട്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ഒരു അഡാറ് ബോള്? നോക്കാം.
നോക്കാതെ പറ്റില്ലല്ലോ, ഇവിടെ വന്നു പോയില്ലേ, ജയിക്കുന്നുള്ള വിശ്വാസമൊന്നുമില്ലേ? കളിച്ചിട്ട് പറയാം. കളിച്ചിട്ട് എല്ലാവർക്കും പറയാൻ പറ്റും ജയിക്കാൻ പറ്റുമോ തോക്കാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും ഡയാനയുടെ ആദ്യത്തെ മത്സരത്തിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ ഇവിടെ 25,000 രൂപ വരെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് നമ്മുടെ ഗെയിംസ് എന്നറിയാം. 1000, 2000, 3000. അപ്പോൾ ആ നിയമങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊന്ന് വേഗം കണ്ടിട്ട് വരാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25,000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി കൂടുതൽ ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ഗെയിമിലേക്ക് കിടക്കുന്നു. ഒരു അടാറ് ബോൾ. അപ്പോ നമ്മള് ഗെയിം തുടങ്ങാണ്. റെഡി അല്ലേ? ഡയാന ബോളൊക്കെ എടുത്ത് കൈ പിടിച്ചു. ആ ബോൾ അവിടെ വെച്ചേ. ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി. അതൊക്കെ 120 സെക്കൻഡ് സമയം. 2 മിനിറ്റ് ഉണ്ട്. 2 മിനിറ്റിനുള്ളിൽ അവിടെ നിന്ന് ഒരു ബോൾ എടുത്ത് ഇവിടെ വെക്കുക. ഈ ബോൾ കൊണ്ട് അടിച്ച് തെറിപ്പിക്കുക. ഇതിലൊക്കെ കൊണ്ടാനുള്ള പ്രശ്നം വെച്ചാൽ ബോൾ ചിലപ്പോൾ മുന്നോട്ട് പോകില്ല. അപ്പോൾ കൊള്ളാതെ അടിക്കുന്നതാണ് ബുദ്ധി. കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു ബ്ലാക്ക് ലൈൻ കണ്ടോ, അതിൻ്റെ അപ്പുറത്ത് എത്തണം. അതിൻ്റെ ഉള്ളിൽ പോയാൽ ഗോൾ പോസ്റ്റായിട്ട് ഇല്ല, അത് പുറത്തായിട്ട് കൂട്ടുള്ളൂ. മനസ്സിലായോ? എന്തിത്ര ആലോചിക്കണ? ആരാണ് ആ കറുത്ത കോലതിൻ്റെ ഇടയിൽ കൊണ്ടത് വെച്ചതെന്നല്ല ആലോചിച്ച്. എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ 6 ബോളുകൾ 120 സെക്കൻഡിനുള്ളിൽ 2 മിനിറ്റിനുള്ളിൽ 6 ബോളുകൾ നമുക്ക് പോസ്റ്റിന്റെ അകത്ത് എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ 1000 രൂപ തരാം. അതല്ലെങ്കിൽ 1000 രൂപ കിട്ടത്തില്ല. റെഡി അല്ലേ? തുടങ്ങാം. അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അടിപൊളിയായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേ. അത് അതിന്റെ ഉള്ളിലേക്ക് പോയില്ലേ, നോക്ക്. അതായത് ഉള്ളിൽ ധൃതി വെക്കേണ്ട, സമയമുണ്ട്. ഓരോന്നോരോന്നായിട്ട് എടുത്തു വെച്ചോ. എന്നിട്ട് ഇതിൽ വേറൊരു അബദ്ധം കാണിക്കണം. ഒന്ന് അങ്ങനെ വീശടിച്ചേ. പോട്ടെ. ഇതിന്റെ ഇടയിൽ ബോൾ കിടന്ന പിന്നെ കൂടുതൽ തടസ്സമാവും കേട്ടോ. കുറച്ചും കൂടി ആഞ്ഞടിച്ചേ. 2. അതാണ് സംഭവം. അവിടെ വരെ എത്തുന്നില്ല കേട്ടോ. 3 അതിന്റെ 3 എണ്ണം. ഞാൻ 50 സെക്കൻഡ് കഴിഞ്ഞു. 4 എണ്ണം. ഒരെണ്ണം അതിന്റെ കൂടെ പുറത്തേക്ക് ചാടി പോകുന്നില്ല. അത് കൊള്ളാലോ. 5. അത് പുറത്തേക്ക് പോയി. കേറിയില്ല. 6 എണ്ണം. ഒരെണ്ണം കൂടി ചെയ്തേ. അതിന്റെ അകത്ത് ഞാൻ 5 എണ്ണേ കാണുന്നുള്ളൂ. പോയില്ല, വെറുതെ പോരട്ടെ. ഒരു നല്ല കൈയ്യടി കൊടുത്ത ഡയാനയ്ക്ക്. അപ്പോ 1000 രൂപ ഞാൻ തരാനുണ്ട് അല്ലേ? സന്തോഷമില്ലാത്ത സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന പോലെയാണല്ലോ. ഇങ്ങനെയാണല്ലോ കാണിക്കുന്നുള്ളൂ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ഇന്നത്തെ ആദ്യത്തെ സമ്മാനമാണ്. ആദ്യത്തെ സമ്മാനം എന്ന് പറഞ്ഞാൽ ഈ ഗെയിമിന്റെ ആദ്യത്തെ സമ്മാനമാണ് 1000 രൂപ. ഒരു നല്ല കൈയ്യടി. ഈ 1000 രൂപയ്ക്ക് ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് 1000 രൂപ ചെലവാക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 1000 രൂപയ്ക്ക് ക്യാൻറ്റീനിൽ പോയി ഫ്രണ്ട്സിന്. എത്ര ഫ്രണ്ട്സിന് ചെലവ് ചെയ്യാൻ പറ്റും 1000 രൂപയ്ക്ക്? പറ്റണവർക്ക് ഷെയർ ചെയ്യണം. അത് കുഴപ്പമില്ല. 1 രൂപയുടെ മിഠായി പിടിച്ചാലും മതിയല്ലോ അല്ലേ? എത്ര മിഠായി ആയി? ഇവിടെ അത്യാവശ്യം അഫോർഡബിൾ ആണ്. ആ ഒരു കാര്യത്തിൽ അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചോ. കൂടുതൽ കാശ് കിട്ടാൻ വേണ്ടി. വേറെ ഒന്നുമല്ല, ചെലവ് ചെയ്യാന്ന് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് 3000, 5000, 10000 ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെലവ് കൂട്ടാലോ അല്ലേ? പെട്ടോ? ഇല്ല, ഞാൻ ഇതൊരു ട്രീറ്റ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ കുഴപ്പമില്ല. ഒരു അവസരം എല്ലാവർക്കും പൊളിച്ചു. ഒരു നല്ല കൈയ്യടി കൊടുത്തിട്ട് ഡയാനയ്ക്ക്. അപ്പോ ഡയാന ലാവിഷായിട്ട് നിങ്ങൾക്ക് ചെലവ് ചെയ്യാന്ന് പറയുമ്പോ സി കേരളവും ഒട്ടും മോശമല്ല. നമ്മളും നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഗിഫ്റ്റ് തരും ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെന്തെങ്കിലും ഗെയിം ഇടും എന്നാണ് പറയുന്നത്. ഈ കൂട്ടത്തിലെ നന്നായിട്ട് സൂപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു 2 പേര് ഓടി വന്നേ. അപ്പോൾ ഇവരാണ് സൗത്ത് ഇന്ത്യയിൽ, ഈ കോളേജിൽ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ. പേരെന്തായിരുന്നു? ജുബിൻ മാത്യു. ജുബിന്റെ വീട് എവിടെയാ? എന്റെ വീട് വട്ടപ്പാറ. ഓക്കെ, താങ്കളുടെ പേരെന്താ? എന്റെ പേര് ഫർഹാന സലീം. എന്റെ പേര് ആലപ്പുഴ. ആലപ്പുഴയാണ്. ആലപ്പുഴയെന്നാണ്. അടിപൊളി.
അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഗെയിമിലേക്ക് കടന്നോട്ടെ. നിങ്ങൾക്കുള്ള ഗെയിം എന്ന് പറയുന്നത് മലയാളം മാത്രമേ ഇനി സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. പൊളിയല്ലേ? കൊടുക്കല്ലേ പണി? ഓക്കെ. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വന്ന ഫർഹാൻ അല്ലേ? ഫർഹാനയാണ് ആദ്യം സംസാരിക്കുന്നത്. അതോ നമുക്ക് നമ്മുടെ ജുബിനിലേക്ക് പോണോ? ജുബിന്ന് തുടങ്ങാം. കണ്ട കറക്റ്റ് പണി ഇങ്ങോട്ട് കൊടുത്തു. ഇപ്പൊ ആൺകുട്ടികൾ ഫസ്റ്റ് ആയി. മൈക്ക് പിടിച്ച് ജുബിനെ ശ്രദ്ധിക്കണം. ഇനി സംസാരിക്കുമ്പോൾ മലയാളം മാത്രമേ വരാവൂ. തീർച്ചയായും. ഓക്കെ. ജുബിൻ വീട് എവിടെയാന്ന് പറഞ്ഞേ? വട്ടപ്പാറ. വട്ടപ്പാറ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമുണ്ട്. കുറച്ച് ദൂരമല്ല, എനിക്കൊരു ഏകദേശം കണക്ക് കിട്ടണം. ഏകദേശ കണക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതെന്താ ബുദ്ധിമുട്ട്? എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? നല്ല അതെന്താ? ആ ശരി. ഇത്തിരി ഏറ് വീട്, അപ്പൊ കുഴപ്പമില്ല. വായു വീടാ ഇച്ചിരി പാടായിരിക്കും എനിക്ക്. അത് വായു പെട്ടെന്ന് എങ്ങനെ വായു വിടുന്നേ? പെട്ടെന്ന് എങ്ങനെ? വായു ഗുളിക രാവിലത്തെ വായു ഗുളിക കഴിച്ചില്ല, അതിന്റെ ആയിരിക്കും പ്രശ്നം. എന്താണ് രാവിലത്തെ വായു ഗുളിക കഴിച്ചില്ല, അതിന്റെ ആയിരിക്കും പ്രശ്നം. വായു ഗുളിക തന്നെയാണോ രാവിലെ കഴിക്കാറ്, അതോ മറ്റെന്തെങ്കിലും മെഡിസിൻ ആണോ? ചിലപ്പോ പ്രോട്ടീൻ ഒക്കെ അടിക്കും, ഈ മസിലൊക്കെ ഒന്ന് പ്രോട്ടീൻ എന്നുള്ളത് ഇംഗ്ലീഷ് വേർഡല്ലടാ. പ്രോട്ടീൻ ഉള്ളത് ഇംഗ്ലീഷ് വേർഡല്ലേ? തീർച്ചയായും. പ്രോട്ടീൻ ഉള്ളത് മാറ്റി പറ. പ്രോട്ടീൻ പോഷകാഹാരം. അത് ഓക്കെയാണ്. എങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നേ? വീട്ടിൽ നിങ്ങൾ വാഹനത്തിലാണ് വരുന്നത്. എന്ത് വാഹനത്തിലാണ് വരുന്നത്? ഇരുചക്ര വാഹനം. ഇരുചക്ര വാഹനം എന്ന് പറയുമ്പോ? ഇരുചക്ര വാഹനം ഒരു 2 ചക്രമുള്ള വാഹനം. അതെനിക്ക് മനസ്സിലായി. അത് എങ്ങനെ ഇരിക്കും കാണാനൊക്കെ ആയിട്ട്? അത് എന്താ പറയാറ്? ബൈക്കാണോ? ആ ബൈക്കാണ്. ബൈക്കാണ്. അപ്പൊ ബൈക്ക് എന്നുള്ളത് അത് ശ്രദ്ധിക്ക്. ഇരുചക്രം ഒന്ന് പിടിച്ചു നിന്നാ മതിയായിരുന്നു. ഓക്കെ. സ്വന്തം ബൈക്കാണോ? സ്വന്തം ഇരുചക്ര വാഹനമാണ്. ആണല്ലേ? ആര് മേടിച്ചത്? പപ്പ, മമ്മി, അച്ഛനും അമ്മയും വാങ്ങിച്ചു തന്നതാണ്. ആണ് അവരുടെ സാലറിന്ന് മേടിച്ചു തന്നായിരിക്കും. അതെ. ഇവിടെ ഏതാ വിഷയം പഠിക്കുന്നത്? ഞാൻ ഈ കെട്ടിടമൊക്കെ പണിയത്തില്ലേ? മേസ്തിരി പണിയാണോ? മേസ്തിരി പണി ഉണ്ട് അതില്. എല്ലാം ഉൾപ്പെടുന്നത് മേസ്തിരി പണി. അതായത് തേപ്പാണോ? ചെറിയ രീതിയൊക്കെ തേക്കറിയാം. എത്ര പേര് തേച്ചിട്ടുണ്ട് ഇത്രയും കാലത്തിനിടയിൽ? കണക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ല. കുറെ നമ്പേഴ്സ് ഓഫ് നമ്പേഴ്സ്. ഈ നമ്പർ എന്നുള്ളത് ഇംഗ്ലീഷ് അല്ലടാ. അയ്യോ തീർച്ചയായും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു 4 ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല കൈഡ് കൊടുത്തേ. 4-ൽ നിന്നു. ഫർഹാൻ ആലപ്പുഴയിൽ നിന്ന് കെട്ടുവെള്ളം പിടിച്ച് വന്നേക്കാണ് പണി മേടിക്കാനായിട്ട്. റെഡി അല്ലേ? മൈക്ക് അടുപ്പിച്ച് പിടിച്ച് എന്നാലും എനിക്ക് കേൾക്കുള്ളൂ. ഇനി എന്ത് സംസാരിച്ചാലും ഇംഗ്ലീഷ് ആണ്. ഒന്നായിണ്ട്. അത് പക്ഷെ ചെറുതായിട്ട് കൂട്ടാം. ഇവിടെ 4 നോട്ടോ, അതിന്റെ മുകളിലോട്ട് പോകരുത്. ഈ മൂക്കിൽ എന്താ മൂക്കൂത്തി എന്ന് പറയും. മൂക്കുത്തി. അതിന് മലയാളം തന്നെയാണ്. അതിന് ഇംഗ്ലീഷ് വേർഡ് എനിക്കറിയില്ല. അത് മൂക്കൂത്തി എന്ന് പറഞ്ഞാ മൂക്കുത്തി അതിന്റെ ഇംഗ്ലീഷ് അറിയണം. മലയാളം കേരളത്തിൽ തിരിച്ചിട്ട് മലയാളം അറിയില്ലെന്ന് പറഞ്ഞ എന്ത്? ഇതെന്താ കയ്യിലെന്താ? കയ്യില് ഇത് സമയം നോക്കുന്ന യന്ത്രം. സമയം നോക്കുന്ന യന്ത്രം. ഇതിനകത്ത് ഇപ്പൊ എത്ര ടൈമായി ഉണ്ടാവും? സമയം ഇപ്പം 12:10. 12:10. അപ്പൊ ഇതെന്താ ഈ കുഞ്ഞു സാധനം എന്താ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? സൂചി. എന്ത് സൂചി? ഈ യന്ത്രത്തിന്റെ സൂചി. യന്ത്രത്തിന് 3 സൂചി ഉണ്ടാവോ? അറിയില്ലേ? 3 സൂചി. ഈ കാലഘട്ടം തന്നെയല്ലേ ജീവിക്കുന്നത്, എന്നിട്ട് ഇതിന്റെ ഉപയോഗം അറിയില്ല. ഒന്ന് പറഞ്ഞുതരൂ പ്ലീസ്. നിങ്ങൾ മറ്റേ ഭയങ്കര ടെക്നോളജി ഒക്കെ പഠിക്കുന്നവരല്ലേ? ഒന്ന് പറഞ്ഞു. ഇത് എന്തൊക്കെ സൂചികളാ? അത് സമയം നോക്കുന്ന യന്ത്രം. അതെനിക്ക് മനസ്സിലായല്ലോ ചേച്ചി. ഇനി ഞാൻ പറഞ്ഞത് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂചി എന്തൊക്കെ സൂചിയാ? അതിനെ പറ്റി എനിക്ക് വലിയ വിവരമില്ല. ഇപ്പൊ അത് വിവരമില്ലാതെ സംഭവിച്ചത് നന്നായി. നമ്മൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാ? അവിടേക്ക് നോക്കിയേ. സംഭവം കണ്ടോ? അതെന്താ സംഭവം? ആ ചേട്ടനൊന്ന് കൈവോക്കിയേ. സുന്ദരൻ. ആ ചേട്ടന് ഒരു ഹായ് കൊടുത്തേ. ആ ചേട്ടന് ഹായ്. ശബ്ദമല്ല, ഹായ് കൊടുക്കേ. നമസ്കാരം. ഓക്കെ. അത് എന്ത് വെച്ചാ ഷൂട്ട് ചെയ്യുന്നത്? അത് പറഞ്ഞില്ല എപ്പോഴും. നിങ്ങൾ ആലപ്പുഴയിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ടാവില്ല? ഇപ്പൊ ഇഷ്ടംപോലെ സിനിമ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ അവിടെ. അതൊരു യന്ത്രമാണ്. എന്ത് യന്ത്രം? എല്ലാ യന്ത്രം. ഓരോ യന്ത്രത്തിനും പടം പിടിക്കുന്ന യന്ത്രം. എന്ത് പടം പിടിക്കുന്ന യന്ത്രം? നടക്കുന്നതും ഓടുന്നതൊക്കെ പടം പിടിക്കുന്ന ഒരു യന്ത്രമാണ്. പടം പിടിക്കുന്ന യന്ത്രം. ഇതിപ്പോ പിടിച്ചു കഴിയുമ്പോ എന്താ സംഭവിക്കാതെ? ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീടൊരു പെട്ടിയില്ലേ? എന്ത് പെട്ടി? ഒരു പെട്ടിയുണ്ട്. മറ്റേ ഭണ്ഡാര പെട്ടിയാണോ? അല്ല, ആ പെട്ടിയല്ല. പിന്നെ എന്ത് പെട്ടിയാ? ആ യന്ത്രത്തിൽ കൂടെ നമുക്ക് ഈ യന്ത്രത്തിൽ വെച്ച് പിടിക്കുന്നതല്ല, ആ യന്ത്രത്തിൽ കൂടെ നമുക്ക് കിട്ടും. ഈ യന്ത്രത്തിൽ വെച്ച് പിടിക്കുന്നതല്ല, നമുക്ക് ആ യന്ത്രത്തിലൂടെ കാണാന്നോ? അതെന്ത് യന്ത്രം? ഇത് ലോകത്തെ എന്തോ ഒരു യന്ത്രം. അത് ഈ യന്ത്രത്തിനൊന്നും പേരില്ലേ? ഇതെന്താ സംഭവം? മൈക്ക്. മൈക്കിന് വേറെ ശബ്ദോച്ചാരണി, ശബ്ദം വേണമെന്നൊക്കെ പറയാം. നമുക്ക് ഇഷ്ടംപോലെ വേർഡ്സ് ഉണ്ട്. ഞാൻ മനഃപൂർവ്വം പറയിപ്പിച്ചതാ. ഒറ്റ ഇംഗ്ലീഷ് വാക്ക് ലാസ്റ്റാ പറഞ്ഞത് അല്ലേ? അതുവരെ കഷ്ടപ്പെട്ട് പിടിച്ചത്. നല്ല കൈ കൊടുത്തേ. അപ്പൊ ആരാ വിജയി? നല്ലൊരു കൈ കൊടുത്തേ ഫർഹാനയ്ക്ക്. അപ്പൊ ഈ കോളേജിൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നതും മലയാളം സംസാരിക്കുന്നതും ഫർഹാനയാണെന്ന് തെളിഞ്ഞു അല്ലേ? ഫർഹാനയ്ക്ക്
ഫോർവിഷ് മെത്തകൾ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ട്. അത് ജൂബിനാണ് കൊടുക്കുന്നത്. ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. നല്ലൊരു കൈ കൊടുത്തേ. ഓക്കെ, താങ്ക് യു. അപ്പൊ വീണ്ടും കാണാം. അപ്പോ മലയാളവും ഇംഗ്ലീഷും ഒക്കെ തകർത്തു, സമ്മാനവും കൊടുത്തു. ഇനി 1000 രൂപ കിട്ടിയ ആൾ ഇവിടെ നിൽക്കുന്നുണ്ട്. 2ാം റൗണ്ടിലേക്ക് കിടക്കാണ്. റെഡി അല്ലേ? തലയാട്ടിയാൽ എനിക്ക് ഉത്തരം കിട്ടില്ല. എപ്പോഴും മൈക്കിൽ സംസാരിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു ഗെയിം എടുക്കുക. ഡയാനയ്ക്കുള്ള ഗെയിം എന്ന് പറയുന്നത് ഉരുണ്ട് ഉരുണ്ട് ആണ്. ഡയാന 2ാം റൗണ്ട് മത്സരത്തിന് റെഡിയാണ്. ഇതിന്റെ മുകളിൽ കയറി നിൽക്കുക, എന്നിട്ട് ഉരുണ്ട് അവിടം വരെ പോകണം. പോകുന്ന വഴിക്ക് ഈ ഇരിക്കുന്ന ഗ്ലാസ് അതിന്റെ മുകളിലുള്ള ബോൾ വീഴാതെ അവിടം വരെ എത്തിക്കുക എന്നുള്ളതാണ് ഗെയിം. മനസ്സിലായില്ലേ ഡയാന? ഇവിടെ സഹായിക്കാൻ വേറൊരാൾ വന്ന് ഇപ്പുണ്ട്. എന്താ ഫ്രണ്ടിന്റെ പേര്? വൃന്ദ. ഇവിടെ ഏതാ പഠിക്കുന്നത്? മെക്കാനിക്കൽ ആണോ? എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചുണ്ടോ? അതെ, ഞങ്ങളൊരു ബൈക്ക് ഉണ്ടാക്കുന്നുണ്ട്. ക്വാഡ് ബൈക്ക് എന്ന് 4 വീലിൽ ഓടുന്ന ഒരു ബൈക്കാണ്. അപ്പൊ കാറായില്ലേ? അത് കാറല്ല, ബൈക്കാണത്. ബൈക്കാണത്, പക്ഷെ 4 വീലുണ്ട്. 4 വീലുണ്ട്. അത് നന്നായി. അപ്പൊ ഇടിഞ്ഞൊളിഞ്ഞ് വീഴാൻ വഴിയില്ല. ഇല്ല, ഒരിക്കലും വീഴില്ല. എന്താ അങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിന്റെ പിന്നാലെ പോകാനുള്ള കാരണം? ഞങ്ങളൊരു കോമ്പറ്റീഷന് പങ്കെടുക്കുക ഹൈദരാബാദിൽ വെച്ചിട്ട്. 30 പേരുടെ ടീമാണ്. ടീം ത്രിവേന്ദ്ര എന്നാണ് പേര്. ഓ, അടിപൊളി. ഒരു നല്ല കൈയടി. ഇതിന്റെ ഇടയിൽ ഒരു അടിപൊളി. അപ്പോ പോയി വിജയിച്ചിട്ട് വാ. അതിനു മുമ്പ് നമുക്ക് ഡയാനനെ ഒന്ന് വിജയിപ്പിക്കാം. റെഡി അല്ലേ? ഒന്ന് കൈ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ വീഴാതിരിക്കാനാണ്. ഉരുണ്ട് പറഞ്ഞ് വീണാലേ അവസാനം നമ്മൾ ഓടേണ്ടി വരും ആടെ എടുത്തിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. റെഡിയാണ്. 100 സെക്കൻഡ് സമയമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. 100 സെക്കൻഡിനുള്ളിൽ 6 ഗ്ലാസും ബോളും അവിടെ എത്തണം. യുവർ ടൈം. ഒന്ന് ഹെൽപ്പ് ചെയ്തോ, എന്നിട്ട് ടൈം സ്റ്റാർട്ട് നൗ ഒക്കെ പറയാം. ഓക്കെ, കെയർ ചെയ്യുന്നോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അടിപൊളി. പോട്ടെ. ആ ഗ്ലാസ് അങ്ങനെയല്ല പിടിക്കേണ്ടത്. ആഹാ, മറ്റോണം മുകളില് ബാലൻസ് ചെയ്ത്. ഞാൻ കൂടെ എന്തെങ്കിലും കള്ളക്കളി കളിക്കണ്ടെങ്കിലോ? പിടിച്ച്. ഇനി പോയേ. അങ്ങനെ വേണം എടുക്കാൻ. ബാലൻസ് ചെയ്ത് പോട്ടെ. നന്നായിട്ട് കൈയടിച്ചേ. സൂപ്പർ ഗെയിം. ഏകദേശം ആ പരിസര പ്രദേശങ്ങളായി നിൽക്കുക. അത് പോയി. 15 സെക്കൻഡിന് അതവിടെ ഇട്ടു. ഇറങ്ങി ഓടി വന്നോ? തിരിച്ചൊക്കെ ഓടി പോന്നേ, സമയമുണ്ട്. അപ്പൊ ഇത് കൊണ്ടോണല്ലേ? ഇത് ഞാൻ ആര് കൊണ്ടുവരും? ആൾക്ക് അതൊന്നും വേണ്ട. അത് ശരി. റെഡി. ഇതൊക്കെ സമയം പോണ കാര്യം കേട്ടോ. സമയം നിങ്ങളുടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ വേഗം കൈ പിടിച്ചു കൊടുത്തേ. പയ്യെ ബാലൻസ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അതിന്റെ മുകളിൽ കയറുന്നു. ഇനി പയ്യെ ഇതിന് ശ്രദ്ധിക്കേ. ഇവിടെ പോകുമ്പോ അവിടെ പോവും, അവിടെ പോകുമ്പോ ഇവിടെ പോവും. വീണ്ടും 1 മിനിറ്റ് കഴിഞ്ഞു. 1 മിനിറ്റ് 60 സെക്കൻഡ് കഴിഞ്ഞു. പയ്യെ എടുത്തിട്ട് വാ. ബാലൻസ് ചെയ്ത്. ഓക്കെ, കൂട്ടുകാരി ഒന്ന് കൈ പിടിച്ചു കൊടുത്തേ. എന്നിട്ട് അതിൽ പയ്യെ ബാലൻസ് ചെയ്ത് കയറുക. ഇനി ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. കാലൊക്കെ തന്നെ പൊക്കോളും. നമ്മൾ സാധാരണ നോർമലി അല്ലേ നടക്കാറ്? കാല് തന്നെ അതിന്റെ വഴിക്ക് പോവല്ലേ? അതുപോലെ തന്നെ ആ ബോളൊക്കെ അവിടെ കിടന്നോളും. ഇതിന് നോക്ക്. അയ്യോ, എന്നല്ല അവിടെ പോയി. ശ്രദ്ധയില്ല. അവിടെ ശ്രദ്ധിക്കൂ. ഞാൻ കൊണ്ടുപോകുമ്പോ സംശയിച്ചു. ആര് സംശയിച്ചു? അടുത്തത് എടുത്ത് പയ്യെ പിടിച്ചേ. എന്നിട്ട് കൂട്ടുകാരി ഹെൽപ്പ് ചെയ്. ഇനിയാണ് രസം. സംഭവം എന്ന് വെച്ചാൽ ഞാൻ കൗണ്ടും തുടങ്ങാറായി. ഇനി എന്തൊക്കെ നടക്കുമെന്നോ? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. പോയിന്നാണോ പോടാ എന്നാണോ പറഞ്ഞത്? ഇങ്ങോട്ട് തിരിച്ചു നിന്നിട്ട് എന്തോ പറഞ്ഞു. എന്തായാലും 2ാം റൗണ്ടിൽ ഡയാന രാജകുമാരി തോറ്റിരിക്കുന്നു. വിഷമമൊക്കെ മുഖത്തുണ്ട്. ഇല്ല, എനിക്കിത് ഭയങ്കര പേടി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ തോൽവിയും നമ്മൾ ആഘോഷിക്കും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് തരാമെന്ന് തോന്നുന്നുണ്ട്. അത് കണ്ടാലോ? റെഡി അല്ലേ? ഒരു നല്ല ഐഡിയ വന്നേ. பார்க்கத்தானே போற இந்த காளியோட ஆட்டத்தை. കല്യാണ ചെമ്പൊന്നിൻ താലി
വരാത്തതില്ലേ എൻ തുമ്പി നീ അരികിൽ വരാത്തതില്ലേ. അപ്പോൾ പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ എടുക്കുന്നു എ കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. നമ്മളിനി അടുത്ത മത്സരാർത്ഥിയെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പോവാണ്. ലോട്ടെടുക്കട്ടെ, അടുത്ത ആളെ വിളിക്കട്ടെ. റെഡി? ഒന്ന് നന്നായിട്ട് കൈയടിച്ച് ഒന്ന് റിയാക്ട് ഒക്കെ ചെയ്യുക. അതാണ് ഗിൽക്കി. കുലുക്കി സർബത്ത് നേട്ടുണ്ട്. പെട്ടെന്ന് എനിക്കൊന്ന് നാക്കൊളുക്കി പോയി. എവിടെ ഗിൽക്കി? ആരാ? ആ വാ. അപ്പോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ മത്സരാർത്ഥി സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് എത്തിയിരിക്കുന്നു. ഗിൽക്കി. അതെ, ഗിൽക്കി. കൽക്കി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഗിൽക്കി എന്ത് അവതാരമാണ്? ഇതൊരു നോർമൽ അവതാരമാണ്. അത് പിന്നെ ഒരു തലവേദനയാണ് ബാക്കിയുള്ളവർക്ക്. അത് ശരി. അതെ. പിന്നെ ഈ പേര് വന്നത് ബിബ്ലിക്കലാണ്. ഹിൽക്കിയ എന്നായിരുന്നു പേര്. അമ്മയ്ക്ക് ജി വെച്ചുള്ള പേര് വേണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ ഒരു നിർബന്ധം അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണ് എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചു തന്നത്. എന്റെ അമ്മേ, ഒരവസ്ഥയായി പോയി. ജി വെച്ച് വേണം ആയതുകൊണ്ടായിരിക്കും ജി. ബിയിൽ തുടങ്ങിയേനെ. ഇല്ല, ബോയ്ക്ക് ബിയിൽ അല്ല തുടങ്ങിയത്, ജയിലാണ്. ബോയ്ക്ക് ജയിലാണ് പ്രശ്നമാണ്. അമ്മയുടെ പേരെന്താ? ലിഡിയ. ലിഡിയ. അച്ഛന്റെ പേരോ? പോൾസൺ. പോൾസൺ. അതിലൊന്നും വലിയ പ്രശ്നം അതില് പ്രശ്നമില്ല. ഈ ബൈബിളില് എന്താണ് ഗിൽക്കിയ? ഹിൽക്കിയ. 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 അത് ഹായ് അല്ലേ ശരിക്കും? അതെ, ആ എച്ചിന്റെ ഇപ്പുറത്ത് ഒരു ജി ഇട്ട് ഗിൽക്കിയാക്കി. ആ ആയിനെ എടുത്ത് കളയുകയും ചെയ്തു. ഈ എന്താണ് ഹിൽക്കിയ? എന്താ ശരിക്കും സംഭവം? അതൊരു ഏഞ്ചലിന്റെ പേരാണ്. തെറ്റിദ്ധരിക്കരുത്. പേരെടുത്തിട്ട് വേറെ ആർക്കൊക്കെ ഇട്ടു. ഓക്കെ, ഇവിടെ ഏതാ പഠിക്കുന്നത്? ബയോടെക്നോളജി ഫൈനൽ ഇയർ ആണ്. ഈ പഠനമല്ലാതെ വേറെ എന്തെങ്കിലും തക്കിടത്തിരികിട പരിപാടികൾ കയ്യിലുണ്ടോ? ആങ്കറിംഗ് ഒക്കെ ചെയ്യും. ആങ്കറിംഗ് ചെയ്യും? ആഹാ, ഇവിടെ ആങ്കറിംഗ് ചെയ്യാവോ? റെഡിയാണ്. സി കേരളം സൂപ്പർ ബമ്പർ കുറച്ച് നേരത്തേക്ക് ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. ഞാൻ മത്സരാർത്ഥിയാന്ന് കരുതിക്കോ. കരുതിയാ മതി കേട്ടോ. ഒത്തിരി പണി തരണ്ട, ചെറിയ ചെറിയ പണി. ഇങ്ങോട്ട് തരുന്നതിൽ ഒരു ഇതുമില്ല. ഇങ്ങോട്ട് തരുമ്പോ അതൊന്ന് പറഞ്ഞു നോക്കട്ടെ. നേരെ നോക്കിയിട്ട് പറഞ്ഞോ. നമ്മുടെ സി കേരളം സൂപ്പർ ബമ്പർ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ കാണട്ടെ ഹിൽക്കിയനെ. തുടങ്ങിക്കോ. വെൽക്കം ടു സി കേരളം സൂപ്പർ ബമ്പർ. ഗുഡ് ആഫ്റ്റർനൂൺ എംസെറ്റ്. ഒരു കയ്യടി എന്താണ് ഇങ്ങനെ ഉച്ചയായതുകൊണ്ടാണോ? അപ്പോ ഓക്കെ, ഇപ്പൊ നമുക്കൊരു കണ്ടസ്റ്റന്റ് ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് RJ മിഥുൻ. ആൻഡ് ഇപ്പൊ നമുക്കൊരു ചെറിയ ടാസ്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെ ഇദ്ദേഹത്തിന്റെ പാട്ടൊന്നും നമ്മൾ കേട്ടില്ല. അപ്പൊ പാട്ടൊന്ന് കേട്ട് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഫൈൻ. ഹിൽക്കിയുടെ ടാസ്ക് കഴിഞ്ഞു. അടിപൊളി. താങ്ക് യു. അത് പറ്റില്ല, അത് പറ്റില്ല. ഒരു പാട്ട് എന്താണ്? പാട്ടോ? ഓക്കെ, ഗിൽക്കിയക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. ഗിൽക്കിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് പാടാം. റെഡി അല്ലേ? എനിക്ക് തന്നെ പണി കിട്ടി കേട്ടോ. ആട് പാമ്പേ, അടിപൊളി. ആടാട് പാമ്പേ. കയ്യടിയില്ലേ? ആട് പാമ്പേ, ആടാട് പാമ്പേ, കാവിനിളം പാമ്പേ. ആട് പാമ്പേ, ആടാട് പാമ്പേ, ആടാട് പാമ്പേ. ആട് ഗിൽക്കി, ആടാട് ഗിൽക്കി, കാവിനിളം ഗിൽക്കി. ഓക്കെ, മതിയോ ചേച്ചി? താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് മിഥുൻ. ഓക്കെ, റെഡി. നമുക്കപ്പോ ഇനി ഒറിജിനൽ ടാസ്ക് ആണല്ലേ? ഗിൽക്കിക്കുള്ള ഗെയിം എടുക്കാനുള്ള സമയമാണ്. അപ്പൊ അതിനുള്ള 2 പെട്ടിയും ഇവിടെ വരട്ടെ. അപ്പോ നമ്മുടെ ഗിൽക്കിക്കുള്ള ആദ്യത്തെ റൗണ്ട് മത്സരം 1000 രൂപ കിട്ടുന്ന മത്സരം. ലോട്ടെടുക്കാം. ഇതിന്ന് ഒരു ഗെയിം എടുത്തോ. ഈ ഗെയിം എന്ന് പറയുന്നത് പേര് കറക്കുവണ്ടി എന്നാണ്. അപ്പോ ഗിൽക്കി ആദ്യ റൗണ്ടിന് മത്സരിക്കാൻ റെഡിയാണ്.
ഗിൽക്കിയെ സഹായിക്കാൻ ഒരു ഫ്രണ്ട് ഇപ്പൊ തേയില നുള്ളിട്ട് വന്നുള്ളൂ എന്ന് തോന്നുന്നു. അതുപോലെ നിൽക്കുന്ന എന്താ ഫ്രണ്ടിന്റെ പേര്? എന്റെ പേര് ശ്വേത. ശ്വേത സ്വന്തം ക്ലാസ്സിലാണോ? ഒരേ ക്ലാസ്സിലാണോ? ഒരേ ക്ലാസ്സിലാ. ആണോ? ശ്വേത ഇതുപോലെ തന്നെ മുൻപേ വരണം. അവിടെ കയറി നിൽക്കണം, ഈ മാസ്ക് ധരിക്കണം, പിന്നെ ഒന്നും ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റൂല. ഓക്കെ, എന്നിട്ട് കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങനെ വേണമെങ്കിലും കറങ്ങാം. ഈ കറങ്ങി ഈ ബാസ്ക്കറ്റ് ഇവിടെ വരുന്നതിനനുസരിച്ച്, ഈ ഏരിയയിൽ വരുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ അപ്പുറത്തേക്ക് കിടക്കാതെ നമ്മുടെ ഗിൽക്കി ഇതിൽ നിന്ന് ബോളുകൾ ഈ ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞിടണം. 120 സെക്കൻഡ്, 2 മിനിറ്റ്, അത്രയും സമയമുണ്ട്. 12 ബോളുകൾ ഇതിലെത്തണം. എത്ര എണ്ണം? 12. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഗെയിം തുടങ്ങാം. പോയി നിന്നോ ശ്വേത, അവിടെ പോയി നിന്നോ. ആ മാസ്ക് ഇട്ടോ. ഓക്കെ അല്ലേ? അപ്പോ ഗിൽക്കിയുടെ ടൈം നമ്മൾ തുടങ്ങുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കറങ്ങിക്കോ ശ്വേത, കറങ്ങുന്നു. ജസ്റ്റ് മിസ്. അടിപൊളി. തിരിഞ്ഞു കറങ്ങുന്നു, അതും വീണില്ല, അത് തിരിച്ചു പോകുന്നുണ്ട് ആ ബോള്. ആ ഒരെണ്ണമായി. അപ്പുറത്ത് ഇത് വരുന്നു നോക്ക്, അത് എവിടേക്ക് എത്തുന്നത് നോക്ക്. ഷോൾഡർ ഇന്നേ ശ്വേത കുറെ ഏറ് വാങ്ങിക്കൂട്ടും. 2 വെച്ചിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. പോട്ടെ. ആ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ശ്രമിച്ച് വരുന്ന. അത് എത്ര ഈ സമയത്ത് കൊടുക്കും? 3. കണ്ട, അത്രേ ഉള്ളൂ, സിമ്പിൾ. 3 എത്തിയിട്ടുണ്ട്. 3 4. അടിപൊളി. ഇവിടെ വേറൊരാൾ കട്ടായിട്ട് എണ്ണുണ്ടല്ലോ. ഒന്ന് നന്നായിട്ട് മേടിച്ചു. എന്താ പേര്? രോഹിത്. കട്ട സപ്പോർട്ടാ കൊടുത്തോണ്ടിരിക്കണ കേട്ടോ. അതാണ് 5. 6 ഞങ്ങൾ പരിചയപ്പെട്ടത്. 7. ഇനി 5 കൂടി മതി. 7 ആയിട്ടുണ്ട്. 7. 1 മിനിറ്റ് കഴിഞ്ഞു. കിട്ടും. ഒന്നുകൂടി ശ്രമിക്കും. ഒന്നുകൂടി നോക്കി എറി. അതന്നെ. റെഡി. ഇനി 5 മതി. 8. ശ്വേതയ്ക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടുണ്ടോ? 9. 10. ഇനി 2 കൂടി. പോയി. 2 കൂടി മതി. ഇനി ലാസ്റ്റ് വൺ. നന്നായിട്ട് മേടിച്ചോ. ലാസ്റ്റ് വൺ. അപ്പോ ഗിൽക്കി 1000 രൂപ സ്വന്തമാക്കി. കൂട്ടുകാരി ഹെൽപ്പ് ചെയ്തു. കറങ്ങിയതിന് പകുതി മേടിച്ചോളാം കേട്ടോ. നന്നായിട്ട് കറങ്ങിയായിരുന്നു. ഓക്കെ, അപ്പൊ ശ്വേതയും ഗിൽക്കിയും തകർത്തു. നമുക്ക് ആ സന്തോഷത്തിൽ ആട്ടം പാട്ടും ആയാലോ? മറ്റൊരു പെർഫോമൻസിലേക്ക് പോയാലോ? റെഡി അല്ലേ? ഒന്ന് കൈയടിച്ചേ. അതിൽ ഒരുപാട് ബ്രാഞ്ചുകളുമുണ്ട്. അതിലൊരു 1.5 ബ്രാഞ്ചാണ് മെക്കാനിക്കൽ. എന്റെ കൃഷ്ണ
അടുത്ത റൗണ്ട് ഗെയിം എടുക്കാം. ഓക്കെ. എന്താണ് എന്നുള്ളത് അതിൽ നിന്നൊരു ലോട്ട് എടുത്തേ. ഗെയിമിന്റെ പേര് കാൽ തള. ഗിലിക്കിക്കുള്ള കാൽത്തള ഗെയിം റെഡിയാണ്. ഇതൊക്കെയാണ് തള. അത് 9 എണ്ണം ഉണ്ട്. ഓക്കെ, ഇത് ഇവിടെ നിന്ന് ഉരുട്ടി വിടുക. ആ വര കണ്ടോ? ആ വരയ്ക്കപ്പുറം കിടക്കുമ്പോൾ അത് കോരി എടുക്കുക, അങ്ങനെ എന്നെ കൊണ്ടുപോയി അതിലിടുക. റെഡി? അതാണ് ഗെയിം. 9 എണ്ണം ഇടാലോ. 100 സെക്കൻഡ് സമയമുണ്ട്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരെണ്ണെടുത്ത് കൈ പിടിച്ചോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച എല്ലാവരും ഉഷാറാക്കി. പിൻകാല് വെച്ചാണ് എടുക്കേണ്ടത്. അതെന്താ അവിടെ കിടന്ന് ഇറങ്ങണേ? ഈ അടുത്തെടുത്തോ ഇവിടെ കയറി വന്നിട്ട് വിട്ടോ. പോരട്ടെ. പി പി പോരട്ടെ. അടിപൊളി. തട്ടിക്കളഞ്ഞു. സൂപ്പർ. തട്ടിക്കളയുന്ന ഗെയിമാണെങ്കിൽ ജയിച്ചേനെ തോന്നുന്നു. ഓടി വന്നേക്ക്, സമയം പോണു. അടുത്തത് ഉരുണ്ടുരുണ്ട് പോട്ടെ. ട്രൈ ചെയ്. അത് തന്നെ. അത്ര സ്പീഡിൽ അത് വിട്ടു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോവില്ലേ? ഓക്കെ, റെഡി പോട്ടെ. അടുത്തത് പോട്ടെ. 30 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റെഡി. ഇരുണ്ട്. അയ്യോ അച്ഛോ അമ്മേ എടുത്തു. ഓടിവാ ഇവിടെ വന്നിട്ട്. റെഡി. നന്നായിട്ട് ഉരുട്ടി അതവിടെ വെച്ച് അവിടെ വെക്കി. എന്നിട്ട് നന്നായിട്ട് ഇതിവിടെ പിടിച്ചിട്ടൊന്ന് ഉരുട്ടി വിട്ടേ. ഓടിക്കോ കൂടെ ഓടിക്കോ. എന്നിട്ട് കോർത്തെടുത്തോ. ആ കോർത്തെടുത്തൊന്നും ശരിയാ. നമുക്കിത് പഠിച്ചിട്ട് പോവാം. ഇവിടെ വന്നേക്ക്. എന്തായാലും ഇനി 20 സെക്കൻഡ്സേ ബാക്കിയുള്ളൂ. തോറ്റു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി. അടുത്തടുത്തേ. റെഡി. ഇനി പിടിച്ച്. ഇനി വേറെ എവിടെയെങ്കിലും പോയി കളി കളിക്കാണെങ്കിൽ ജയിക്കട്ടെ. എന്നിട്ട് ഒന്ന് പറഞ്ഞേ, ഒന്ന് തട്ടി വിട്ടേ. ഓടിവാ. എന്നിട്ട് ഇങ്ങനെ കോർത്ത് എടുത്തോ. കിട്ടിയില്ല? കമോൺ, എന്റെ കൂടെ പോരെ. ഈ കളിന്ന് പഠിച്ചിട്ടേ നമ്മൾ പോകുള്ളൂ. ഇടുന്നോ. ലാസ്റ്റ് സംഭവമാണ്. കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഇതില് ഒരു തീരുമാനം അറിയാം. ഇത് നമ്മളിടും. ഒരെണ്ണം നമ്മളിടും. ഓക്കെ, യോ. 10 9 8 7 6 5 4 3 2 1. നിങ്ങൾ നേരെ കളി കഴിഞ്ഞു. തോറ്റു. ഒരു നല്ല കൈഡി കൊടുത്തേ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. 1000 രൂപ കിട്ടിയിട്ടുണ്ട്. വീണ്ടും കാണാം. ബൈ. താങ്ക് യു. ഇന്നത്തെ സൂപ്പർ ബമ്പർ നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. തൽക്കാലമല്ല, ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നിങ്ങളുടെ ഇടയിലേക്ക് ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ, ഒപ്പം 1000 മുതൽ 25,000 രൂപയും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ ബമ്പർ ഫുൾ ടീം വരുന്നതായിരിക്കും. നമുക്ക് പൊളിച്ചെടുക്കാം. തൽക്കാലം ഗുഡ് ബൈ.